എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അതിൻ്റെ മുന്നേയായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മളിത് തയ്യാറാക്കാനായിട്ട് 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കുറച്ചുകൂടെ നൈസാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് ഇത്തിരി ഒന്ന് കട്ടി കൂടി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാൻ അടുപ്പിൽ വെച്ചു, ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചോറിലേക്ക് മെഴുക്ക് പുരട്ടിയാണ്, എന്നാലും ചോറിൽ വേറെ ഒന്നും വേണ്ട. ചോറിൻ്റെ കൂടെ ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ മെഴുക്ക് പുരട്ടി മാത്രം കൂട്ടി ചോറ് കഴിക്കാം. അപ്പോൾ പാവയ്ക്കയുടെ റെസിപ്പി അല്ലേ വിചാരിച്ച് ആരും ഇത് ചെയ്ത് നോക്കാതിരിക്കരുത്. എനിക്കും പൊതുവേ പാവയ്ക്ക ഇഷ്ടമല്ല, എന്നാലും ഈ മെഴുക്ക് പുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ, കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഈ പാവയ്ക്ക ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ചോറ് നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കും. അപ്പം ഇതൊന്ന് വാടി വരണം, അതുവരെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി ഓയിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്തിരി ഡ്രൈ ആയ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1-1.5 സ്പൂണോ ഇട്ട് കൊടുക്കുക, എരിവിനനുസരിച്ച്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണം. അപ്പം ഡ്രൈ ആണെന്ന് തോന്നണമെങ്കിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല ഇത്തിരി സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും മസാലകളെല്ലാം കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവരായാലും ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്, നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. പാവയ്ക്കയുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.